ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. കേരളത്തിൽ ജനിച്ചു വളരെയും എന്നാൽ നിർഭാഗ്യവശാൽ ഉത്തരേന്ത്യയിലെ മരുമകളാകുകയും ചെയ്യുന്ന ഒരു കുട്ടിയുടെ ജീവിതാനുഭവങ്ങളുടെ നേർചിത്രമാണ് കേട്ടോ. ശിവാഞ്ജലി വ്ളോഗ്സിൽ ശിവാഞ്ജലി പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. രാവിലെ കുളിക്കാതെ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അഥവാ ദാഹിച്ചു കഴിഞ്ഞാൽ കുളിച്ചിട്ട് വെള്ളം കുടിച്ചോളണം എന്നാണ്. ഇനി പനിയൊക്കെ വന്നിട്ട് നമ്മൾക്ക് തീരെ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ വീട്ടുകാരോട് വെള്ളത്തിന് വേണ്ടി യാചിക്കണം, കുറച്ച് വെള്ളം എനിക്ക് എടുത്ത് തരുമോ എന്ന്. അപ്പോൾ അവിടുത്തെ മകളെ സംബന്ധിച്ചിടത്തോളം, അതായത് അവ വീട്ടിലെ ഈ ശിവാഞ്ജലിയുടെ നാത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് അശുദ്ധമായാലും എന്ത് വയ്യായി ആയാലും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആഹാരമോ വെള്ളം എടുത്ത് കഴിക്കാവുന്നതാണ്. അതിനെ പറ്റിയിട്ട് ശിവാഞ്ജലി എന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാം കേട്ടോ. അത് കേൾക്കുന്നുണ്ട്. കുളിക്കാതെ മരുമകൾക്ക് അടുക്കളയിൽ കയറാൻ പാടില്ല. ഇപ്പോൾ വെള്ളം കുടിക്കണമെങ്കിലും നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഓര് നമുക്ക് വെള്ളം എടുത്തിരുന്നിട്ട് നമ്മൾ കുടിക്കുക. പക്ഷെ അതേ സ്ഥാനത്ത് മകളാവുമ്പോൾ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുളിച്ചിട്ടില്ലെങ്കിലും അവർക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് വിളമ്പി കൊടുക്കുക, ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യുക. ഇനി ഭർത്തൃ വീട്ടിൽ ആരെങ്കിലും അതിഥികളായിട്ട് വരികയാണെങ്കിൽ മരുമകൾ അവരുടെ ഇലത്ത് ചെന്ന് പെട്ട് നിൽക്കാൻ പാടില്ല. അവർക്ക് കാണാനേ പാടില്ല. മറിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ മറിഞ്ഞു നിൽക്കാം. വീട്ടുകാരും അവരുമായിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങളിലൊന്നും ഇടപെടാനോ ഒരു വാക്ക് പറയാനോ അവരെ കാണാനോ ഒന്നുമുള്ള അവകാശങ്ങൾ മരുമകൾക്കില്ല. മകൾക്ക് ഇതൊക്കെ ആവാം. അതിനെ പറ്റിയിട്ട് ശിവാഞ്ജലി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഗസ്റ്റിന് മുമ്പിൽ പെടാൻ പാടില്ല. നമ്മൾ അടുക്കളയിൽ ഗസ്റ്റിന് വേണ്ടി ചായ ഉണ്ടാക്കുക, പിന്നെ എന്തെങ്കിലും ഗസ്റ്റിന് വേണ്ടിയിട്ട് സ്നാക്സ് ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഗസ്റ്റ് ഉള്ളിടത്ത് നമുക്ക് മോക്ക് വേണമെങ്കിൽ പോയി ഇരുന്ന് വർത്തമാനം കേൾക്കുക, മോളെ അഡ്വൈസും കൊടുക്കുക. അങ്ങനെയാണ്. ഇനി മരുമകളെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വെരി മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. ജീൻസ്, ടോപ്പ്, ചുരിദാർ അതൊന്നും പാടില്ല. കൃത്യമായ രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള വളകൾ, വലിയ പൊട്ട്, സാരി, അതും തലയിലൂടെ ഇട്ടതിന് ശേഷം അങ്ങനെ വളരെ അവർ വരച്ചു വെച്ച ചിത്രം പോലെ മരുമകൾ പുറത്തിറങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്. മകൾക്ക് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എങ്ങനെ വേണമെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാം. ഇനി മരുമകൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശമില്ല. അതാണ് ഏറ്റവും വലിയൊരു തമാശ. പുറത്തു പോയി ജോലി ചെയ്യാൻ പാടില്ല. പക്ഷെ അടുക്കളയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് മറിഞ്ഞ് ജോലി ചെയ്താലും ഒരു പരാതിയില്ല. മകൾക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. മരുമകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരുടെ ഭക്ഷണവും പാചകം ചെയ്ത് കൊടുക്കണം. പുറത്ത് പോകുമ്പോൾ കൃത്യമായ രീതിയിൽ സാരി ഇടണം. വീട്ടിലും സാരി ധരിക്കണം എന്നാണ് നിർബന്ധപൂർണമായിട്ടുള്ളൊരു രീതി. അതും വലിയ പൊട്ട്, സാരി, കയ്യിൽ നിറയെ വളകൾ, നിറയെ കടുത്ത നിറത്തിലുള്ള ലിപ്സ്റ്റിക്ക്, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ മരുമകളെ കുടുംബത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ കാണണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു വ്യവസ്ഥ. അതിനെ പറ്റിയിട്ട് അഞ്ജലി പറയുന്നത് നമുക്ക് കേൾക്കാം. ജസ്റ്റ് കറങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ മരുമകളാകുമ്പോൾ സാരി ഇട്ടിട്ടേ പോകാൻ പാടുള്ളൂ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ചുരിദാർ ഇട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് പറ്റില്ല. അതേ സ്ഥാനത്ത് മോളാണെങ്കിൽ മോക്ക് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് പോവുക. മരുമക്കൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള അവകാശമില്ല, മീൻസ് ഫ്രീഡം ഇല്ല. ഈ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് എത്ര ജോലി ചെയ്യാം, മരുമക്കൾക്ക് എത്ര ജോലി ചെയ്യുക, അടുക്കളയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുക, അതിനും കുഴപ്പമില്ല. പക്ഷെ പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. മകൾക്ക് വേണമെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, ആരും ഒന്നും നിരോധിക്കില്ല. അപ്പോൾ ഇത്രയ്ക്കും ഫ്രീഡമാണ് മകൾക്ക് ഇവിടെ. ഇതിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ചിത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഇപ്പോൾ ഇവർ 3 കുട്ടികളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ കുട്ടിയൊക്കെ നമ്മൾ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പോകണമെന്നൊക്കെ വാശി പിടിക്കുമല്ലോ. അപ്പോൾ ഇവർ ഫുൾ ടൈം അടുക്കളയിലായിരിക്കും. ഈ കുട്ടി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഈ കുട്ടിക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ ഈ വീട്ടിലെ സകല ജോലിയും തീർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ കുഞ്ഞിനെ ചെന്ന് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അവിടെ അലിഖിതമായിട്ടുള്ള നിയമം. അതുവരെ ആ കുഞ്ഞ് ഹോളിൽ മറ്റുള്ള അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ TV കണ്ട് കിടക്കുന്നുണ്ടാവും. അവരുടെ ഇടയിൽ ഇരിക്കണം. ആ കുഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് കൊടുക്കാനായിട്ടോ ഒരു അമ്മയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അവരുടെ അടുക്കളയിലെ എല്ലാ ജോലിയും തീർത്തതിന് ശേഷം മാത്രമാണ് ആ കുട്ടീനെ ചെന്ന് എടുക്കാനായിട്ട് പാടുള്ളൂ, അതിന് എന്തെങ്കിലും കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിനെ ഉറക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങണ സമയത്ത് കുട്ടികൾ വാശി പിടിക്കുമ്പോഴും ആ കുട്ടി ത്രൂ ഔട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ വരെ കരഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അഞ്ജലി ആ വ്ളോഗ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഈവൻ ആ കുഞ്ഞിനെ കരച്ചിൽ മാറ്റാൻ വീടിൻ്റെ പുറത്തൊന്ന് ചെന്ന് നിൽക്കാൻ പാടുമോ, അതും പാടില്ല എന്നുള്ളതാണ്. എനിക്ക് മോളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാനും മോളെ എടുത്തിട്ട് 5 മിനിറ്റ് പുറത്ത് പോയി നടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ മോൾക്ക് രസമുണ്ടാവും, മോളും ഹാപ്പി ആവും. പുറത്ത് പോയി എടുത്ത് നടക്കുമ്പോഴൊക്കെ നല്ല രസമാണ്.
അപ്പോൾ അങ്ങനെ വിചാരിച്ച് പുറത്ത് പോയി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അപ്പോൾ അത് പാടില്ല. മരുമക്കൾക്ക് പുറത്ത് 2 മിനിറ്റ് നിൽക്കാനും പാടില്ല. ഇടയായിട്ട് അഞ്ജലിയുടെ ഭർത്താവിന്റെ സഹോദരി വിവാഹിതയാവുകയാണ്. ആ ഭർത്തൃ വീട്ടിലേക്ക് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കാലാകാലം വേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്യാദികളൊക്കെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിക്കുകയും ഈവൻ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ട സേമിയ, അത് കുറച്ചളവിലൊന്നുമല്ല, ഒരു 30 കിലോ മൈദയുടെ സേമിയ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കി. അതുപോലെ തന്നെ പലതരം പലഹാരങ്ങളും ഇതുപോലെ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു 3-4 ദിവസം, ഇപ്പോൾ സേമിയ ഉണ്ടാക്കലൊക്കെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അതിൽ ഈ ഇത്രയും അടുക്കള ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന മരുമകൾ അതിലും ഒരു പാർട്ടാവണം എന്നുള്ളതാണ്. ഈ 3 കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഭർത്തൃ വീട്ടിലേക്ക് അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള സകല സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിലും മരുമകൾ പങ്കാളിയാവണം, അല്ലെങ്കിൽ അതിനും കുറ്റം. എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അല്ലേ. അപ്പം അതുവരെ വളരെ നിഷ്കളങ്കയായിട്ട് വീട്ടിലൊന്നും അറിയാതെ ജീവിച്ച മകൾക്ക് ഒരു കൊല്ലത്തേക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ വീട്ടു സാധനങ്ങളും ഉൾപ്പെടെ അവളെ വിവാഹം ചെയ്ത് അയക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൽ ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ അവരെ എടുത്തിട്ടാണ് കാറിൽ കൊണ്ടിരുത്തുന്നത്. ആ എടുത്തു കൊണ്ടുപോകണ കണ്ടാൽ തോന്നുമോ ഇനിയിപ്പോൾ ഇവള് വളരെ സ്വർഗം പോലെയുള്ളൊരു സ്ഥലത്തേക്കാണോ ചെല്ലണേ, ഇവൾക്ക് ഇനി ഒരു പണിയില്ല. ഇല്ല, ആ കുട്ടിയുടെ അതുവരെയുള്ള നല്ല ജീവിതം കഴിഞ്ഞു. കാരണം അവൾ പിന്നെ ഒരു മരുമകളായി തീരുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ അടുക്കളയിലേക്ക് കൊണ്ടിടാനാണ് ഈ കിടന്നിട്ടുള്ള ആഘോഷവും ആർഭാടവും ഈ പലഹാരം ഉണ്ടാക്കലും ഒക്കെ. ആ പാവപ്പെട്ട ആ പെൺകുട്ടിയെ ഒരു അടുക്കളയിലേക്ക് തള്ളുക. ഇനി അവളുടെ ബാക്കിയുള്ള ജീവിതം ജോലിക്ക് പോകാനോ സ്വന്തമായിട്ട് സമ്പാദിക്കാനോ സ്വന്തം കാലിൽ നിൽക്കാനോ ഒന്നും പാടില്ല. ഒരടുക്കളയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബുദ്ധിമുട്ടായി. ഇവൻ ആ വീട്ടിൽ പുറത്തൊന്ന് സ്വന്തം കുട്ടീനെ എടുത്ത് ഇറങ്ങാൻ വരെ പറ്റില്ല. ഇനി അവൾക്ക് കുറച്ച് നാൾ നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അവളുടെ സ്വന്തം വീട്ടിൽ വന്ന് രാജകുമാരിയെ പോലെ പഴയ പോലെ നിൽക്കാം. അപ്പോൾ അവളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കില്ല. അപ്പോൾ ഇവിടുത്തെ മരുമകൾ സഫർ ചെയ്തോളണം. വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇതിപ്പോൾ. നമ്മൾ ഇല്ലാത്തൊരു കാര്യമൊന്നുമല്ല കേട്ടോ, ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉത്തർപ്രദേശിലെ വില്ലേജ് ഭാഗങ്ങളിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ സിസ്റ്റം തന്നെയാണ്. സിറ്റികളിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ മരുമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു മിഷ്യൻ, പണിയെടുക്കുന്ന ഒരു യന്ത്രം. അതിൻ്റെ ഇടയിൽ 2-3 കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലോ കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാനോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യമില്ല. രാത്രി ഈ പണിയൊക്കെ എടുത്തിട്ടാണ് ആ കൈക്കുഞ്ഞിനെ അവർക്കൊന്ന് എടുക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ വളരെ ദുരന്തപൂർണമായിട്ടുള്ളൊരു ജീവിത ചിത്രം നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയൊരു മരുമകൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മരുമക്കളൊക്കെ എന്തൊരു സന്തോഷവതികളാണെന്ന് അറിയാതെ പറഞ്ഞു പോകില്ലേ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.